എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഫെബ്രുവരി 11 അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മറ്റൊരു പ്രധാന വാർത്ത, സാമൂഹ്യ മാധ്യമം സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾക്ക് നിയന്ത്രണം കടുപ്പിച്ച് കേന്ദ്രം. ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷ കക്ഷികൾ നോട്ടീസ് നൽകും. ഇന്ത്യക്ക് തിരിച്ചടി, ടെക്സ്റ്റൈൽ രംഗത്ത് ബംഗ്ലാദേശിന് US തീരുവ 0 ഇന്ത്യക്ക് അതേസമയം 18% തീരുവ നൽകിയും വലിയ ടെക്സ്റ്റൈൽസ് രംഗത്ത് വലിയ തിരിച്ചടിയാണ് എന്നാണ് വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. എപ്സ്റ്റീൻ വിവാദം രാജിവെക്കില്ലെന്ന് UK പ്രധാനമന്ത്രി. അതുപോലെ തന്നെ സ്വയം വിരമിച്ചാലും ഡിസബിലിറ്റി പെൻഷൻ നൽകണമെന്ന് ഹൈക്കോടതിയുടെ വിധിയാണ്. ഖനി ദുരന്തം, പരിക്കേറ്റ 3 പേർ കൂടി മരിച്ചു. മേഘാലയയിലെ ഖനി ദുരന്തമാണ് വായിച്ചത്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനുള്ളത്, സിവിൽ സർവീസസ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഈ മാസം 24 വരെ സമർപ്പിക്കാം. 933 ഒഴിവുകളാണുള്ളത്. ഇതിൻ്റെ പ്രിലിമിനറി മെയ് 24 ആരംഭിക്കും. ഫോറസ്റ്റ് സർവീസിൽ തന്നെ 80ഓളം ഒഴിവുകളുണ്ട്. എല്ലാവരും അതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക. സിവിൽ സർവീസ് ഇക്കൊല്ലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതായിട്ടും വാർത്തയിലുണ്ട്. മുൻ വർഷങ്ങളിൽ യോഗ്യത നേടിയ ചില വിഭാഗക്കാർ വീണ്ടും എഴുതുന്നതിൽ നിയന്ത്രണം വരുത്തിക്കൊണ്ടാണ് 2026 സിവിൽ സർവീസസ് പരീക്ഷ വിജ്ഞാപനം വന്നിട്ടുള്ളത്. സിനിമാ ടിക്കറ്റ് നിരക്ക് 5 മുതൽ 15 രൂപ വരെ കൂടാൻ സാധ്യത. അതുപോലെ തന്നെ PSC റാങ്കിന് ഒരു വിലയുമില്ല എന്നാണ് ഒരു തലക്കെട്ട്. താൽക്കാലികക്കാരെ ഉറപ്പിക്കാൻ സർക്കാർ സ്ഥിരപ്പെടുത്തലിന് പൊതു മാനദണ്ഡം തയ്യാറാക്കുമെന്നൊക്കെയാണ്. PSC റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം നൽകാൻ ഇടപെടാത്ത സർക്കാർ എന്നൊക്കെയുള്ള ആക്ഷേപമാണ് ഒരു വാർത്ത. മറ്റൊരു പ്രധാന വാർത്ത, IA നമ്മളിപ്പോൾ കണ്ടുവരുന്നതെല്ലാം IA ചിത്രങ്ങളാണ്. അതുപോലെ ഉള്ള ചിത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. അതിന് കുറച്ച് നിബന്ധനകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു ഫോട്ടോ IA അപ്ലോഡ് ചെയ്യുമ്പോൾ അത് IA എന്ന് മാർക്ക് ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റാമ്പോ അതുപോലെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാക്കിക്കൊണ്ടാണ്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം പലരും ഫോട്ടോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കുമിടയിൽ പാകിസ്ഥാൻ 2020 ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയുമായി മത്സരിക്കാൻ തയ്യാറാണെന്ന് തത്വത്തിൽ തീരുമാനിച്ചതായാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് സന്തോഷമുണ്ടാകുന്നൊരു വാർത്തയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഈ മാസം 15 കൊളംബോയിൽ ആരംഭിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വാർത്ത വായിച്ചത് ഈ ചാനലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലെറ്റ്സ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നടക്കണം.